ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നിഹാര കുക്സ്. പണ്ടൊക്കെ ഞായറാഴ്ചകളിലെ കാറ്റീസം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ് ആൻഡ് ബീഫിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു കുക്കറിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള സവോള അരിഞ്ഞതും വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പകുതി സവോളയും കൂടി മിക്സിയിലിട്ട് അടിച്ചതും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാവുന്നതാണ്. പച്ചമണമൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. തിള വന്നു കഴിയുമ്പോൾ നമ്മളുടെ ബീഫ് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് വേവിച്ചങ്ങ് എടുക്കാം. ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 വിസിലൊക്കെ എടുത്ത് എനിക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അതിനെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് എടുക്കാം. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരൽപ്പം നെയ്യ് ഇട്ടതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന അരിയും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ 2 നാഴി അരിയാണ് എടുത്തേക്കുന്നത്. പൊടി അരിയാട്ടോ ഞാൻ എടുത്തേക്കുന്നേ. നമ്മുടെ അരി നല്ലതുപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു കലത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അരിയിട്ട് നല്ല രീതിക്ക് വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ ഒരൽപ്പം നെയ്യ് ഇട്ടതിലേക്ക് 1 സവാള പൊടിയായി അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നല്ലതുപോലെ വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള വറുത്തതും കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം നെയ്യ് കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് അടുപ്പത്ത് കുറച്ച് നേരത്തേക്കൊന്ന് വെക്കാം. നമ്മുടെ തട്ടിക്കൂട്ട് നെയ്ച്ചോറും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.